ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. എന്തായാലും അക്കൗണ്ടുകളൊക്കെ സർക്കാരിൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഹയർച്ച് ലീഡർമാരൊക്കെ, കോടിക്കണക്കിന് ഉണ്ടാക്കിയ ലീഡർമാരൊക്കെ തീ പിടിച്ച അല്ലെങ്കിൽ വാലിന് തീ പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഇനിയെങ്കിലും അവരുടെ പേരിൽ FIRകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് എല്ലാവരും തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വോയിസ് കേൾക്കാനിടയായി. അതിൽ ഈ കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയ തൃശ്ശൂരിൽ നിന്നുള്ള വിജയലക്ഷ്മി എന്ന് പറയുന്ന ലീഡർ നമ്മുടെ എല്ലാവർക്കും ക്ലെയിം പെറ്റീഷൻ കൊടുക്കാനുള്ള അവസരത്തെ തൊലച്ച് കളഞ്ഞ ലീഡർ പറയുന്നത്, ആരും തന്നെ FIR ഇടരുത്, FIR ഇട്ട് കഴിഞ്ഞാൽ കേസ് നീണ്ടുപോകും, നമ്മൾ തിരിച്ചു വരാൻ പോവുകയാണ്, നിങ്ങൾ FIR ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് കോടതിയിൽ കേസ് വാദിക്കേണ്ടി വരും, അത് വർഷങ്ങൾ നീണ്ടുപോകും. അത്തരത്തിലുള്ള കളവുകളാണ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കമ്പനിക്കെതിരെ FIR ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാരാണ് കേസ് വാദിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ കമ്പനി പൂട്ടിക്കെട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ശ്രീ വത്സൻ എന്ന് പറയുന്ന ആൾ, റിട്ടയർഡ് SP ആയ ആൾ ഇട്ടിരിക്കുന്ന FIR ആണ്. അദ്ദേഹത്തിൻ്റെ വക്കീലല്ല കോടതിയിൽ വാദിക്കുന്നത് സർക്കാരിൻ്റെ വക്കീലന്മാരാണ്. അപ്പോൾ അതുതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നല്ലത്. നിക്ഷേപകരുടെ വക്കീലിൻ്റെ ആവശ്യം അവിടെയില്ല. നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് സർക്കാരാണ് ഈ കള്ള കമ്പനിക്കെതിരെ കേസുകൾ വാദിച്ച് ജയിപ്പിക്കുന്നത്. അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ യുവമാർ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും, കേസ് നീണ്ടുപോകും എന്നൊക്കെയുള്ളത്. നമ്മൾ FIR ഇടുന്നത് നമ്മുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കേസ് നീണ്ടുപോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വെറും അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നിയമപരമായിട്ട് നമുക്ക് ഈ കമ്പനിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു രേഖ മാത്രമാണ് ഈ FIRഉം പോലീസിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെഷൻസ് കോടതിയിൽ നിന്ന് ഈ പിടിച്ചു വെച്ച പണം ഇപ്പോൾ SBIയിലേക്കോ ട്രഷറിയിലേക്കോ മാറ്റാൻ ഉദ്ദേശിച്ച പണത്തിൽ നിന്ന് നമുക്ക് എത്രയാണോ ലഭിക്കേണ്ടത് ആ പണം ലഭിക്കുകയുള്ളൂ. അല്ലാതെ കമ്പനി തിരിച്ചു വരാനോ അല്ലെങ്കിൽ കമ്പനിക്ക് ഇനി ആ പണം സ്വീകരിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്യാനോ ഉള്ള അവസരങ്ങളോ അനുമതിയോ ഈ കോടതിയിലോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോ അവർ അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 16 ലക്ഷം തന്നെ പറയാം, 16 ലക്ഷം ആൾക്കാരുടെ പ്രാക്ക് നിങ്ങളുടെ തലയിൽ വീഴും എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടതിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രാകേണ്ട ആവശ്യമില്ല. പ്രാക്കുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയ കമ്പനിക്കാണ്. കമ്പനിയുടെ മുതലാളിമാർക്കും ലീഡർമാർക്കും ഒക്കെയാണ് അത്തരത്തിലുള്ള പ്രാക്ക് ലഭിക്കുക. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആർക്കൊക്കെയാണ് പ്രാക്ക് കിട്ടിയിരിക്കുന്നത്. അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്, അവരുടെ കുടുംബം എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്താതെ ജീവിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ കഷ്ടത്തിലാക്കാതെ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. എന്തായാലും ഈ ലീഡർമാർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രതിഫലം, കർമ്മ ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.